ഹലോ ഗീസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ടുള്ള പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പെറ്റ്സോ ബേഡ്സോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സെയിൽ പോസ്റ്റിന് തരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസും ഡീറ്റെയിൽ അയച്ചിരുന്നാൽ മതി. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് 1-2 ദിവസത്തിൻ്റെ അകത്ത് വെച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഏത് പെറ്റ്സോ ബേഡ്സോ എടുത്താലും നമ്മൾ എല്ലാ വീഡിയോയിലും കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ നേരിട്ട് പോയി കണ്ട് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് ഇടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോരുകോഴി കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത്. 4 പീസിനും കൂടെ 1600 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. 1.5 മാസം ഏജ് ആയിട്ടുള്ള കോഴികളാണ്. ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 1600 രൂപയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്പർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഗ്രീൻ ഇഗ്വാനയാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 6000 രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ്. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 6000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ഫുള്ളി ഗ്രീൻ ഇഗ്വാന, ടോപ്പ് ക്വാളിറ്റി 2 പീസ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് എമു ആണ് വന്നിട്ടുള്ളത്. പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 34,000 രൂപയാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ്. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. റേറ്റ് വരുന്നത് 34,000 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഷിപ്സ് പപ്പീസാണ് വന്നിട്ടുള്ളത്. മെയിലും ഫീമെയിലായിട്ടുള്ള പപ്പീസ് കാണാനായിട്ട് സാധിക്കും. 15,000 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. KC സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. മെയിലും ഫീമെയിൽസും അവൈലബിൾ ആണ്. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ്. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഒരു മെയിൽ ഡോഗാണ് വന്നിട്ടുള്ളത്. 2 വർഷം ഏജ് ആയിട്ടുള്ളതാണ്. 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ മലപ്പുറത്താണ്. കോഡ് നമ്പർ 3 ആണ് കേട്ടോ. 1500 രൂപയാണ് ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പറവ ചിക്സാണ് വന്നിട്ടുള്ളത്. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. കോഡ് നമ്പർ 4 ആണ് കേട്ടോ. 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളതും ലവ് ബേഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 15 പീസ് അവൈലബിൾ ആണ്. പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത് 130 രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 130 രൂപയാണ് പീസ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് യെല്ലോ സൈഡ് കൊണോറാണ് വന്നിട്ടുള്ളത്. 1200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 6 ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 1200 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കോക്ടെയിൽസാണ് വന്നിട്ടുള്ളത്. 900 രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്ത് തന്നെയാണ്. കോഡ് നമ്പർ 6 തന്നെയാണ് കേട്ടോ. റേറ്റ് വരുന്നത് 900 രൂപയാണ് പീസ് റേറ്റ്.
അടുത്തിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഷിപ്സ് പപ്പീസാണ് വന്നിട്ടുള്ളത്. മെയിലും ഫീമെയിൽസും ആയിട്ടുള്ള പപ്പീസ് കാണാനായിട്ട് സാധിക്കും. 1 മാസം ഏജ് ആയിട്ടുള്ളതാണ്. 2 ഫീമെയിലും 2 മെയിലുമാണ് കൊടുക്കാനായിട്ടുള്ളത്. ഫീമെയിലിൻ്റെ റേറ്റ് അവർ ചൂസ് ചെയ്യുന്നത് 4000 രൂപയാണ്. അതോടൊപ്പം തന്നെ മെയിലിൻ്റെ റേറ്റ് വരുന്നത് 3500 രൂപയാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ്. കോഡ് നമ്പർ 7 ആണ് കേട്ടോ. അടുത്തിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചധികം പറവപ്രാവുകളാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ റേറ്റ് അവർ ചൂസ് ചെയ്യുന്നത് 500 രൂപയുടെ ഉണ്ട്. അതോടൊപ്പം തന്നെ 750 രൂപയുടെ ഉള്ള പറവകൾ കാണാനായിട്ട് സാധിക്കും. പല റേറ്റിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. കോഡ് നമ്പർ 8 ആണ് വരുന്നത്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് 750 500 രൂപയ്ക്കാണ് പീസ് റേറ്റായിട്ട് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചധികം പ്രാവുകളാണ്. ഫാൻറ്റൈൽസ് ഉണ്ട്, നാടനുണ്ട്, അതോടൊപ്പം തന്നെ ബെർപ്പൻസ്, അങ്ങനെ ഒരുപാട് പ്രാവുകളുണ്ട്. നമുക്കത് വരും ക്ലിപ്പിലായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ കൊടുത്തേക്കുന്ന എല്ലാം കൂടെ ആയിട്ട് കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന എല്ലാം കൂടെ ആയിട്ട് 2000 രൂപയാണ് റേറ്റ് വരുന്നത്. കണ്ടില്ല, ചൈനീസ് ഹോളൊക്കെ കാണാനായിട്ട് സാധിക്കും, ഹിപ്പി കാണാനായിട്ട് സാധിക്കും. എല്ലാം കൂടെ ആയിട്ട് 2000 രൂപയാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചധികം ലവ് ബേഡ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ പേരിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്ന 600 രൂപയാണ് അവർ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 10 ആണ് കേട്ടോ. 600 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഫാൻറ്റൈൽസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഫാൻറ്റൈലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 1600 രൂപയാണ് ഫാൻറ്റൈലിൻ്റെ റേറ്റ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. കോഡ് നമ്പർ 10 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നത്. കുറേ വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട്. അതൊക്കെ ആയിട്ട് അടുത്തടുത്ത എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വ്ലോഗ് ചാനലും മറ്റ് ചാനലിലേക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്നാൽ മാത്രമേ തുടർന്ന് വീഡിയോ ആയിട്ടുള്ള പ്രചോദനം കിട്ടിയുള്ളൂ. ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ.